കെ യു ജനീഷ് കുമാർ എം.എൽ.എക്ക് പിന്തുണയുമായി ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മ രംഗത്ത് വരികയാണ്. ജനീഷ് കുമാറിന്റെ ഇടപെടൽ ജനങ്ങളുടെ പ്രതിനിധി എന്ന നിലയ്ക്കാണെന്ന് കേരള കൗൺസിൽ ഓഫ് ചർച്ച് വ്യക്തമാക്കി. വന്യജീവി ശല്യം തടയേണ്ടത് വനം വകുപ്പിന്റെ ഉത്തരവാദിത്തമാണ് എന്നും വനം വകുപ്പ് നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നും ജസൻ പി വൈ പറഞ്ഞു. ഡോക്ടർ കെ യു ജനീഷ് കുമാർ ജനങ്ങളുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹം ആ വന്യമൃഗ ഓഫീസിലേക്ക് കടന്നു ചെല്ലുന്നതും വനം വകുപ്പിന്റെ ഓഫീസിൽ കടന്നു ചെന്ന് ആളുടെ പേരിൽ കേസ് ചാർജ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തെ കേസില്ലാത്ത ഒരാളിനെയാണ് സ്റ്റേഷനിൽ നിന്ന് വിമോചിപ്പിച്ചു കൊണ്ടുവരുന്നത്. ദൈനംദിനം ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിന്റെ. ആ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടാതെ ആരെങ്കിലും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എതിർക്കപ്പെടുന്നുണ്ടെങ്കിൽ അവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നത് അങ്ങേറ്റം തെറ്റാണ് എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. സി കെ അഭിലാൽ തുടരുന്നുണ്ട്. മാത്രമെടുത്ത് വാർത്തയാക്കേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം നടത്തിയ ഇടപെടൽ എന്ന് വെച്ചാൽ അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി നടത്തിയ ഇടപെടലാണ്. അദ്ദേഹം ഒരു MLA എന്ന നിലയിൽ നിയമത്തെ തെറ്റായ നിലയിൽ വ്യാഖ്യാനിച്ച് ജനങ്ങളെ ഉപദ്രവിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് അദ്ദേഹത്തിൻ്റെ രോഷപ്രകടനമാണ് ഉണ്ടായത്. അത് സ്വാഭാവികമാണ്. അതൊരു MLA എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ജനങ്ങളെ കൂടെ നിൽക്കുക എന്നത്. അതിനപ്പുറത്ത് ആ സംഭവത്തിലെ ഏതോ ഒരു പദമെടുത്ത് ഉപയോഗപ്പെടുത്തിയിട്ട് അദ്ദേഹത്തെ വിമർശിക്കേണ്ട കാര്യമില്ല. DYFI സംസ്ഥാന നേതാക്കളുടെ ഉൾപ്പെടെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. VK സനോജിന്റെ വീഡിയോ ഇന്നലെ വന്നതിന് പിന്നാലെ തന്നെ അത് ഒരു ജനപ്രതിനിധി ചെയ്യേണ്ടതാണ് എന്ന നിലയിലുള്ള നറേഷൻ അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോഴത്തെ ആ നിലയിലുള്ള പ്രതികരണം പ്രധാനപ്പെട്ട നേതാക്കളുടെ ഉൾപ്പെടെ ഭാഗത്ത് നിന്ന് വരുന്നു. അതേസമയം പോലീസ് നടപടിയുമായി മുന്നോട്ട് പോകുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ വിഷയം കൂടുതൽ സജീവമായി നിൽക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതെ, വിവിധ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ജനീഷ് കുമാറിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ കമന്റുകൾ വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയുടെ ഒരു പിന്തുണയും അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സി കെ അഭിലാൽ ചേരുന്നുണ്ട്. അഭിലാഷ്, കെ യു ജനീഷ് കുമാർ MLA-ക്ക് പിന്തുണയുമായി ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മ രംഗത്തെത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇടപെടൽ ജനങ്ങളുടെ പ്രതിനിധി എന്ന നിലയ്ക്കാണ് എന്ന തരത്തിലും കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? നമ്മൾ ആദ്യം കേട്ട പ്രതികരണം ഓർത്തഡോക്സ് സഭാ വൈദികനും കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ പ്രതിനിധിയുമായിട്ടുള്ള ജസൻ PJ-യുടേതാണ്. അദ്ദേഹം മാധ്യമങ്ങളെ വിളിച്ചാണ് അദ്ദേഹത്തിൻ്റെയും അതോടൊപ്പം തന്നെ താൻ പ്രതിനിധീകരിക്കുന്ന കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെയും നിലപാട് പരസ്യമാക്കിയിട്ടുള്ളത്. ജനീഷ് കുമാറിൻ്റെ ഇടപെടലും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണവും ഒക്കെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്കുള്ളതായിരുന്നു. അതിനകത്തിൽ ഏതെങ്കിലും തരത്തിൽ മോശം വശം കാണേണ്ടതില്ല എന്നാണ് ഫാദർ ജസൻ വ്യക്തമാക്കുന്നത്. മേഖലയിൽ പ്രത്യേകിച്ച് കോന്നി അടക്കമുള്ള മേഖലയിൽ വന്യജീവി സംഘർഷങ്ങൾ ഏറെ കൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് പന്നി മുതൽ ആന വരെയുള്ള വന്യജീവികളുടെ ശല്യം സഹിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. ജീവന് പോലും ഭീതി ഉയർത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടും വനം വകുപ്പ് ഉത്തരവാദിത്വപരമായ നിലയിലുള്ള ഒരു പ്രവർത്തനമോ ഒരു ഇടപെടലോ നടത്താത്ത സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ ജനജീവിതം ദുസ്സഹമാണ്. ആ അവസ്ഥയിൽ ജനങ്ങൾക്ക് ഏറെ പ്രതിഷേധം ഉണ്ട്. അങ്ങനെ ജനങ്ങളുടെ പൊതുവികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് കെ യു ജനീഷ് കുമാർ വിഷയത്തിൽ ഇടപെട്ടത് എന്നാണ് കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ അഭിപ്രായമായി അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. മറ്റൊന്ന്, കെ യു ജനീഷ് കുമാറിനെ ഒറ്റപ്പെടുത്താൻ അനുവദിക്കില്ല. അദ്ദേഹത്തിന് പരിപൂർണമായ പിന്തുണ കൗൺസിൽ ഓഫ് ചർച്ചസ് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. സി കെ അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും കെ യു ജനീഷ് കുമാറുമായി ബന്ധപ്പെട്ട ചർച്ച അത് വലിയ തോതിൽ സജീവമായി നിൽക്കുന്നു എന്നാണ് വളരെ പ്രധാനം. ഇനിയിപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും പോകുന്ന സഭ്യമാണ്. ജനീഷ് കുമാറുമായി ബന്ധപ്പെട്ട ആ ദൃശ്യം പ്രചരിക്കുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ വിവിധ ഇടങ്ങളിലുള്ള പ്രതികരണങ്ങൾ വരികയാണ്. ആ വിഷയം സജീവമായി നിൽക്കുന്നു. പോലീസ് കേസുമായി മുന്നോട്ട് പോകുന്നു എന്ന നിലപാട് വ്യക്തമാക്കുന്നു. വനം വകുപ്പും അവരുടേതായ നിലപാടിൽ നിൽക്കുകയാണ്.